അതായത് 6 പേരെ നിഷ്കരുണം ഞാൻ വധിച്ചിരിക്കുന്നു. അതെനിക്ക് കുറ്റമേറ്റ് പറഞ്ഞ് ശിക്ഷയേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ ആ പാറാവുകാരനോട് പറഞ്ഞു. ഇവിടെ ഗ്യാസിന്റെ വല്ലാത്ത മണമുണ്ട്. അതായത് ഈ പാചകവാതം തുറന്നു വിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇതിനകം മുഴുവൻ അങ്ങനെ ഒരു ഗന്ധം പരന്നിട്ടുണ്ട് എന്ന് പറയുന്നു. തലയ്ക്കുള്ളിലേക്ക് വലിയ ആഴത്തിൽ മുറിവേൽക്കുന്ന തരത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് ഒരു 13 വയസ്സുകാരൻ. ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പാങ്ങോടേക്കായിരുന്നു ഇവന്റെ യാത്ര. ഈ കൂടം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഒരുപക്ഷെ വരവിൽ കവിഞ്ഞുള്ള ചെലവ് അതുതന്നെയാണ് ആ കുടുംബത്തെ ഇല്ലാതാക്കിയതെന്ന് ഒറ്റ വാക്കിൽ പറയാം. നമസ്കാരം. കഴിഞ്ഞ 24-ാം തീയതി, അതായത് 2025 ഫെബ്രുവരി മാസം 24-ാം തീയതി, സ്ഥലം വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ. ഏകദേശം വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷ സാവധാനം എത്തുന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ല മാന്യമായ വേഷവും ധരിച്ച് വളരെ സുമുഖൻ, സുന്ദരൻ എന്ന് ആർക്കും ഒരു കുറ്റവും പറയാത്ത രീതിയിൽ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ നേരെ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ പാറാവുകാരൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എങ്ങോട്ടേക്കാണ് ഇത്ര ധൃതി വെച്ച് കയറി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, എനിക്കിവിടുത്തെ SIയെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നിങ്ങൾ SIയെ കണ്ടോളൂ, എന്താണ് കാര്യം എന്നും കൂടി പറഞ്ഞിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഞാനൊരു 6 പേരെ കൊന്നിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടിട്ടൊരു കൊലയാളിയാണെന്നോ ഇത്രയും ഒരു കൂട്ടക്കുരുതി നടത്തിയിട്ട് വരുന്ന ഒരാളാണെന്നോ ഒന്നും ആ സമയത്ത് പോലീസുകാരന് തോന്നാത്തത് കൊണ്ട് ആ പാറാവുകാരൻ നിങ്ങൾ എന്ത് ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഞാൻ 6 പേരെ കൊന്നിരിക്കുന്നു. അതായത് 6 പേരെ നിഷ്കരുണം ഞാൻ വധിച്ചിരിക്കുന്നു. അതെനിക്ക് കുറ്റമേറ്റ് പറഞ്ഞ് ശിക്ഷയേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ ആ പാറാവുകാരനോട് പറഞ്ഞു. ഇത് പെട്ടെന്ന് കേട്ട പാറാവുകാരൻ ഈ ചെറുപ്പക്കാരനെ പെട്ടെന്ന് SIയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതും ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ, വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, കണ്ടാലും വലിയ തെറ്റൊന്നുമില്ല, അദ്ദേഹം ഒരു ക്രിമിനൽ ആണെന്നോ അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ അടിമയാണെന്നോ അങ്ങനെയൊന്നും തോന്നത്തേയില്ല ആ ചെറുപ്പക്കാരനെ കണ്ടാൽ. അതുകൊണ്ട് തന്നെ SIക്കും ഒരു സംശയം തോന്നി, ഈ ചെറുപ്പക്കാരൻ പറയുന്നത് സത്യമാണോ? അവിടെ എന്താണ് നിങ്ങളുടെ പേര്? സർ, എൻ്റെ പേര് അഫാൻ എന്നാണ്. എൻ്റെ വീട് വെഞ്ഞാറമ്മൂട് പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 6 പേരെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് വീണ്ടും SIയോട് പറഞ്ഞു. ആദ്യമൊന്നും ഒരു ആശങ്ക തോന്നിയില്ലെങ്കിലും ക്രമേണ ആ SIക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ആട്ടെ, നിങ്ങൾ എവിടെയാണ് ഈ 6 പേരെ കൊന്നിരിക്കുന്നത്? അങ്ങനെ ഓരോ സ്ഥലങ്ങളായി പറഞ്ഞു. അതായത് ആദ്യം കൊലപ്പെടുത്തിയത് ഞാൻ പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്, വെഞ്ഞാറമ്മൂടിന് തൊട്ടടുത്ത് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെയും ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. മറ്റൊന്ന് അതിനോട് ചേർന്ന് വരുന്ന SN പുരം എന്ന് പറയുന്ന സ്ഥലത്ത് 2 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. പോലീസുകാർ ഞെട്ടിത്തിരിച്ചുപോയി. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഒരു കുട്ടി മുന്നിൽ വന്നിട്ട് പറയുകയാണ്, വളരെ ഒരു സങ്കോചവുമില്ലാതെ, ഒരു കുറ്റബോധത്തിന്റെ ഒരു തരിമ്പ് പോലും കണ്ണിലോ മുഖത്തോ അവശേഷിപ്പിക്കാതെ ആ ചെറുപ്പക്കാരൻ താൻ കൊന്നവരുടെ പേരുകൾ, വിവരം ഇങ്ങനെ പുറത്തേക്ക് പറയുകയാണ്. അതും ഞാൻ 6 പേരെ കൊന്നുവെന്ന്. പോലീസുകാർ പറഞ്ഞു, ശരി, ഞങ്ങൾ പോയി തിരക്കാം. അങ്ങനെ പോലീസ് വാഹനം പേരുമലയിലുള്ള ആ വീട്ടിലേക്ക് എത്തുന്നു. വീട് പൂട്ടിക്കിടക്കുന്നു, ഗേറ്റും പൂട്ടിയിരിക്കുന്നു. പോലീസുകാർ അവിടെ എത്തി പെട്ടെന്ന് ആ SI ഉൾപ്പെടെ ഗേറ്റെല്ലാം തുറന്ന് വീടിനുള്ളിലേക്ക് കയറി മുൻവശത്തെ വാതിൽ ലോക്ക് ചെയ്തിരുന്ന് അത് തുറന്ന് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വല്ലാത്ത ഒരു ഗന്ധം അവിടെ അനുഭവപ്പെടുന്ന കണ്ടിട്ട് മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു, സർ, ഇവിടെ ഗ്യാസിന്റെ വല്ലാത്ത മണമുണ്ട്. അതായത് ഈ പാചകവാതം തുറന്നു വിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇതിനകം മുഴുവൻ അങ്ങനെ ഒരു ഗന്ധം പരന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടുത്തെ അഗ്നിരക്ഷാ സേനയെ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വരുന്നു, അഗ്നിരക്ഷാ സേന വരുന്നു. അവർ വന്ന് ബാക്ക് വശത്തെ വാതിലൊക്കെ പൊളിച്ച് ആ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം വീടിന്റെ ജനലുകളും വാതിലുകളും എല്ലാം, ഈ ഗ്യാസ് പുറത്തേക്ക് പോകണമല്ലോ, എങ്കിലേ സുരക്ഷിതമായി അതിനകത്ത് നിൽക്കാൻ സാധിക്കും. അല്ലാതെ നമുക്കറിയാം, കരുനാഗപ്പള്ളി പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ് എല്ലാം പുറത്തേക്ക് തുറന്നു വിടണം. അവരെ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിട്ടതിന് ശേഷം അവർ വന്ന് നോക്കുമ്പോൾ
കാണുന്നു അവിടെ ഒരു 13 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മൃതദേഹം. ഒരു ആൺകുട്ടിയാണ്, 13 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്നു. തലയിലും മുഖത്തുമൊക്കെ എന്തോ മാരകമായ ഭാരമുള്ള വസ്തു കൊണ്ട് അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് വികൃതമായ രീതിയിലേക്ക് തലയ്ക്കുള്ളിലേക്ക് വലിയ ആഴത്തിൽ മുറിവേൽക്കുന്ന തരത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് ഒരു 13 വയസ്സുകാരൻ. അങ്ങനെ മുറി തുറന്നു നോക്കിയപ്പോൾ ആ മുറിക്കുള്ളിൽ ഒരു സ്ത്രീ കിടക്കുന്നു. ഷെമി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ പക്ഷേ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ കണ്ണ് ചെറുതായി അനങ്ങുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി അവർക്ക് ബോധമുണ്ട്, അവരുടെ തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റിട്ടുണ്ട്. ഏതോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരമുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് തല അടിച്ച് പറിച്ചിരിക്കുന്നു, തലയടിച്ച് പിളർന്നിരിക്കുന്നു. ആ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കാര്യം ഇവർക്ക് ജീവനുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. പോലീസ് എത്രയും വേഗം ഈ സ്ത്രീയെ പെട്ടെന്ന് ഒരു ആംബുലൻസിലേക്ക് കയറ്റി നേരെ അടുത്തുള്ള ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ അവരുടെ നില മെച്ചപ്പെട്ടു വരുന്നു. ഇനിയുമുണ്ട് അവിടെ ഒരു മരണം കൂടി. അതായത് നേരെ അവർ അടുത്ത മുകളിലത്തെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, പോലീസുകാർ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയി അല്ലെങ്കിൽ കണ്ണ് പൊത്തി നിലവിളിക്കത്തക്ക രീതിയിൽ ഒരു പെൺകുട്ടിയുടെ സുന്ദരിയായ ഏകദേശം 10-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ തല ചിന്നിച്ചിതറി അവിടെ കിടക്കുന്നു. സുന്ദരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമായി ആ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നു. ആ കുട്ടി പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ 2 പേരുടെ മൃതദേഹങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. അവിടെയും അവസാനിക്കുന്നില്ല. നേരെ അവർ പാങ്ങോട് എന്ന് പറയുന്ന കല്ലറയിലെ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ പോലീസുകാരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവിടെ പോലീസുകാർ ചെന്ന് അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് വാഹനം ചെല്ലുന്ന കണ്ടപ്പോൾ തന്നെ അടുത്തുള്ള സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവിടുത്തെ ഉമ്മ അവിടെ തലയടിച്ച് വീണ് അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇതറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകനെ ലത്തീഫിനെ പലതവണയായി സൽമാ ബീവി മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പലതവണയായി ഫോണിൽ വിളിച്ചിട്ട് ഈ ലത്തീഫിനെ ഫോണിൽ കിട്ടുന്നില്ല. സൽമാ ബീവി ആകട്ടെ ഏകദേശം ഒരു 85 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായും അടുക്കള ഭാഗത്ത് തലയടിച്ച് വീണ് മരിച്ചു എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ കരുതിയിരുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ലത്തീഫിനെ വിളിക്കുന്നത്. ലത്തീഫിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേയില്ല, പല ആവർത്തി വിളിച്ചു. ഈ സൽമാ ബീവിക്ക് 11 മക്കളാണുള്ളത്. ഈ 11 മക്കളുമായിട്ടും അത്ര അങ്ങോട്ട് ഒത്തുചേർന്ന് പോകാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഈ സൽമാ ബീവി ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. ഒറ്റയ്ക്ക് പാങ്ങോടുള്ള വീട്ടിൽ താമസിക്കുന്നു. വല്ലപ്പോഴും ഒരു സ്ത്രീ അവിടെ വന്ന് രാത്രിയിൽ കൂട്ടുകിടക്കാൻ വരും. ഇത് മാത്രമാണ് അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ. ആ സ്ത്രീയാണ് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. അങ്ങനെ സൽമാ ബീവിയുടെ മൃതദേഹത്തിനടുത്തേക്ക് പോലീസ് എത്തുന്നു. പോലീസ് എത്തിയപ്പോൾ ശരിക്കും അവരെ കൊല്ലപ്പെട്ടതാണ്. ഇനിയും ഈ ലത്തീഫിൻ കൊല്ലപ്പെട്ടു. എസ്എൻ പുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലത്തീഫും കൊല്ലപ്പെട്ടിരിക്കുന്നു. നേരെ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത പറഞ്ഞിരുന്നത്, അതായത് അഫാൻ എന്ന് പറയുന്ന 23-കാരൻ കൊന്നു എന്ന് പറയുന്ന 2 പേരുള്ളത് ഇനിയും ഈ പറയുന്ന സ്ഥലത്താണ്, എസ്എൻ പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോൾ ഇതേപോലെ ഡോറ് തുറക്കുന്നു. അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു സെറ്റിയിൽ ഇരിക്കുന്ന നിലയിലാണ് ഈ ലത്തീഫിന്റെ മൃതദേഹം. ഈ ലത്തീഫ് ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അച്ഛന്റെ ജ്യേഷ്ഠനാണ്. ഏറ്റവും ഇളയാളാണ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന അഫാന്റെ അച്ഛൻ, ബാപ്പ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സെറ്റിയിൽ ഇരിക്കുകയാണ്. അതൊരു വിമുക്ത ഭടൻ കൂടിയാണ്. പിന്നീട് വീണ്ടും അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഷാഹിദ എന്ന് പറയുന്ന അവരുടെ ഭാര്യ അടുക്കളയുടെ ഭാഗത്ത് തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റ് വീണ് കിടക്കുന്നത് കാണുന്നു. അങ്ങനെ 5 മരണങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചു. ആ കുട്ടി പറഞ്ഞത് 6 എന്നായിരുന്നു. അപ്പോൾ ഒടുവിൽ ആ കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇവര് സാമ്പത്തികമായി കുറച്ച് വലിയ പ്രശ്നത്തെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു കാര്യം പറഞ്ഞു. അത് 24-ാം തീയതി രാവിലെ തന്നെ ഈ കുട്ടി ചെയ്തത്, അവരുടെ അമ്മയോട് എന്തോ പറഞ്ഞ് തെറ്റുകയും ആ അമ്മയുടെ കഴുത്തിൽ ഷാള് കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും ചെയ്തു. അങ്ങനെ ഷാള് കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നതിനിടയിൽ ഭിത്തിക്ക് തല കൊണ്ടുവന്ന് ഇടിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബോധം നശിച്ച ഈ പറയുന്ന ഷെമി തറയിലേക്ക് വീണ പാടെ ഈ അഫാൻ നേരെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മുറി ലോക്ക് ചെയ്ത് വീടും പൂട്ടിയതിനു ശേഷം നേരെ പോയത് അടുത്തുള്ള ഇദ്ദേഹത്തിനെ അറിയാവുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് അഫാനെ നന്നായി അറിയാവുന്ന ഒരു പണമിടപാട് സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ നമ്മൾ പണയപ്പണം കൊടുക്കുക, പണം വാങ്ങുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം കുറച്ച് പൈസ അവിടെ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പണയപ്പണ്ടം, അതായത് സ്വർണ്ണ ഉരുപ്പടി ഞാൻ കൊണ്ടുവരാം, ഒരു മാല കൊണ്ടുവരാം. ആ മാല കൊണ്ടുവരുന്നത് വരെ എനിക്ക് ചിലവഴിക്കാൻ വേണ്ടി കുറച്ച് പണം തരണം, അതിനുള്ള മാല ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു.
അങ്ങനെ അഫാൻ നേരെ അവിടെ നിന്ന് ഈ പണവും വാങ്ങി അടുത്ത ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ കയറുന്നു. ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഭാരമുള്ള ചുറ്റിക ഈ പണം ഉപയോഗിച്ച് ഇദ്ദേഹം വാങ്ങിയതിനു ശേഷം ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പാങ്ങോടേക്കായിരുന്നു ഇവന്റെ യാത്ര. ഒരു എക്സ്പൾസ് എന്ന് പറയുന്ന ഹീറോയുടെ ഒരു പുതിയ ബൈക്ക് ഉണ്ട് അദ്ദേഹത്തിന്. നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം സൽമാ ബീവിയോട് പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന ഉമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല എനിക്ക് വേണം, എനിക്ക് അത്യാവശ്യമായി കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഈ മാല എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു. ആ മാല നൽകില്ല. കാര്യം അവരുടെ ഖബറടക്കവും തുടങ്ങിയ ചടങ്ങുകൾക്ക് വേണ്ടി അവരുടെ ആകെയുള്ള സമ്പാദ്യം ആ മാല മാത്രമാണ്. അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല. പിന്നീടാണ് അറിയുന്നത് 4 ദിവസത്തിന് മുൻപ് തന്നെ ഈ പറയുന്ന അഫാൻ അവിടെ എത്തിയിരുന്നു. അഫാൻ അവിടെ എത്തിയതിനു ശേഷം അനിയന് സ്കൂൾ ഫീസ് കൊടുക്കാൻ എൻ്റെ ഈ പൈസയൊന്നുമില്ല, അതുകൊണ്ട് ആ മാല എനിക്ക് നൽകണം എന്ന് നേരത്തെ ഒരു തവണ കൂടി ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും ഏകദേശം ഈ ഒരു മനസ്സിൽ എന്തൊക്കെയോ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് അഫാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ആ മാല കിട്ടില്ല എന്ന് ഉറപ്പാക്കിയതോടുകൂടി ആ 85 വയസ്സ് കഴിഞ്ഞ ആ ഉമ്മയെ ആ ഭിത്തിയിലേക്ക് അതിശക്തമായി തല പിടിച്ച് ഇടിക്കുകയായി. ആ ഇടിയോടുകൂടി അവരുടെ ജീവൻ അപ്പോൾ തന്നെ പോയി. അത്രയും പ്രായമുണ്ട്. ആ വീണ് കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചുകൊണ്ട് നേരെ വെഞ്ഞാറമൂടിലേക്ക് എത്തുന്നു. വെഞ്ഞാറമൂടിലെത്തി ഈ പണയപ്പണ്ടം അവിടെ നൽകി അതിന്റെ കാര്യത്തിൽ രസീതെല്ലാം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് അടുത്തായിട്ട് പോയത് ലത്തീഫ് എന്ന് പറയുന്ന പിതൃ സഹോദരന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവര് വലിയ കാര്യമായി വിളിച്ചിരുത്തി. ഇതിനു മുൻപ് എപ്പോഴോ ആ പിതൃ സഹോദരന്റെ അടുക്കൽ നിന്ന് കുറച്ച് പണം ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അഫാൻ. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ അവിടുത്തെ ഒന്നും മനസ്സിലാകാത്ത ഈ ലത്തീഫിന്റെ ഭാര്യ, ഒരാൾ വന്നതല്ലേ, അതും സഹോദരന്റെ അല്ലെ ഭർത്താവിന്റെ സഹോദരന്റെ മകൻ, വെള്ളം എന്തെങ്കിലും കൊടുക്കാം എന്ന് കരുതി അവരും അടുക്കളയിലേക്ക് പോയി. ഈ സമയത്ത് തന്നെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് അതിമാരകമായി ഈ ലത്തീഫിനെ തലയ്ക്ക് പ്രഹരിക്കുകയായിരുന്നു. തലയടിച്ച് പൊട്ടിച്ചോര തെറിച്ചു. തലയിൽ മാരകമായ ഏകദേശം ഒരു 6 ഇഞ്ചോളം ആഴത്തിലുള്ള മുറിവുകൾ ആ തലയിൽ ഉണ്ടാക്കി. മുഖത്തും താടിയലിനും അതിശക്തമായി മർദ്ദിച്ചു. ഒടുവിൽ അദ്ദേഹം മരിച്ചു. എപ്പോഴേക്കും ഈ ശബ്ദമൊക്കെ കേട്ട് എന്താണ് എന്നറിയാൻ വേണ്ടി പുറത്തേക്ക് വരികയായിരുന്ന ഈ ലത്തീഫിന്റെ ഭാര്യയെയും ഇതേ കൂടം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് അഫാൻ തല്ലി തകർത്തു. അവരെയും കൊലപ്പെടുത്തി. ഇങ്ങനെയാണ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത്. അതിനുശേഷം നേരെ പോയത് അനുജൻ അഫ്സാൻ പഠിക്കുന്ന സ്കൂളിലേക്കാണ്. അവിടെ ചെന്ന് അനുജനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ കയറി അടുത്ത ഒരു കടയിൽ കയറുക. ആ വെഞ്ഞാറമൂടിലേക്കുള്ള വഴിയിലുള്ള ഒരു ഹോട്ടലാണ്. അവിടെ കയറിയിട്ട് സിന്ധു തിയേറ്ററിന് അടുത്തുള്ള ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ നീ കയറിയിട്ട് നിനക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ നീ വാങ്ങി കഴിക്കൂ. നിനക്ക് ഏറ്റവും ഇഷ്ടം മന്തിയല്ലേ, നീ ഒരു കാര്യം ചെയ്യും, അവിടെ മന്തിയൊക്കെ വാങ്ങി കഴിക്കൂ എന്ന് അനുജനോട് പറഞ്ഞു. ഞാൻ വന്നിട്ട് പൈസയൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഈ അഫ്സാനെ നേരെ ഈ ഹോട്ടലിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അഫ്സാൻ നേരെ പോകുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അഫ്സാൻ അവിടെ ഇറങ്ങുന്നു. അവിടെ നിന്ന് പണം കൊടുത്തിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരു പാഴ്സലും കൂടി ഓർഡർ ചെയ്യുന്നു. അങ്ങനെ മന്തിയുമൊക്കെയായി അഫ്സാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ അഫാൻ നേരെ പോയത് ഫർസാന എന്ന് പറയുന്ന ഏകദേശം ഇദ്ദേഹത്തിന്റെ ഒരു കാമുകി എന്ന് തന്നെ പറയാൻ കഴിയും. അദ്ദേഹം വളരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫർസാന. വീട്ടുകാർക്കൊക്കെ അറിയാം. ഫർസാനയുടെ ഉമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. അച്ഛൻ സുനിലിന് മാത്രമാണ് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. ഈ കുട്ടിയെ വിവാഹം കഴിച്ച് നൽകണം എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആലോചനകൾ വന്നിരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം ഇതിന്റെ ഒരു പക്ഷേ ഈ കുട്ടിയെ വിവാഹത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സമയമായില്ല എന്ന് ഷെമി പറഞ്ഞതിന്റെ പിന്നിലുണ്ടാവുക. അങ്ങനെ ആ കുട്ടിയെ ഫോണിൽ വിളിക്കുന്നു. ആ കുട്ടി നടന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം മമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറുന്നു. അങ്ങനെ ബൈക്കിൽ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോഴും ഇദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. അനുജൻ അപ്പോഴേക്കും വരികയും ചെയ്തു. അനുജനെ കുറച്ചു നേരം പുറത്തേക്ക് വിട്ടു. അതിനുശേഷമാണ് ഫർസാനയെ ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക്, ഏറ്റവും മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എനിക്ക് നിന്നോട് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനുശേഷം മുകളിലത്തെ മുറിയിലെത്തിയ ഫർസാനയെ അതേപോലെ തന്നെ ഈ കൂടം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഉമ്മയ്ക്ക് പോലും കാണാൻ അറപ്പ് തോന്നുന്ന, ഭയം തോന്നുന്ന തരത്തിലേക്ക് വളരെ സുന്ദരിയായ ആ പെൺകുട്ടിയെ, 21 വയസ്സ് മാത്രം പ്രായമുള്ള MSc ഫിസിക്സിന് പഠിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ തലയടിച്ച് പിളർന്നു. തലയിലും താടിയലിനുമൊക്കെ ആഴത്തിലുള്ള മുറിവുകൾ. ആ പെൺകുട്ടിയാണോ ഇത് എന്ന് കാണുന്നവരാരും ശങ്കിച്ചു പോകും, അതിശയിച്ചു പോകും. ആ രൂപത്തിലേക്ക് വികൃതമായ ഒരു രൂപമാക്കി ആ പെൺകുട്ടിയെ മാറ്റിയെടുത്തു. അവസാനം അതിൻ്റെയും മരണം ഉറപ്പാക്കി. അപ്പോഴേക്കും അനുജൻ അകത്തേക്ക് വന്നു കഴിഞ്ഞു. ആ അനിയനെ
നമുക്കറിയാം അനുജനുമായി വളരെയധികം സ്നേഹബന്ധമുള്ള, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ് ഇവരെല്ലാം. ആ അനുജനെ ഒരു പ്രകോപനവുമില്ലാതെ ആ ജ്യേഷ്ഠൻ വാങ്ങിക്കൊടുത്ത കുഴിമന്തിയുടെ രുചി നാവിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ, ആ സ്നേഹസ്പർശനത്തിന്റെ ഗന്ധം അവനിൽ നിന്ന് അകലുന്നതിന് മുൻപ് തന്നെ അവന്റെ തലയിലേക്കും ഈ ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. ആ കുഞ്ഞു തലയും പൊട്ടിപ്പിളർന്ന് 4 ഭാഗത്തേക്ക് തെറിച്ചു. ചോര കൊണ്ട് ആ വീടാകെ, ആ സ്വീകരണ മുറിയാകെ നിറയപ്പെട്ടു. ഇതേ അവസ്ഥയിലേക്ക് ആ കുട്ടിയും ഹഫ്സാൻ എന്ന് പറയുന്ന ആ 13കാരനും തറയിലേക്ക് വീണു മരിച്ചു. ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു. തുടർന്ന് അമ്മയുടെ മുറിയിലേക്ക് എത്തി. ഷെമി എന്ന് പറയുന്ന ആളുടെ മുറിയിലേക്ക് അവരുടെയും തലയിൽ സമാനമായ രീതിയിൽ പ്രഹരിച്ചു. അങ്ങനെ എല്ലാവരുടെയും തലയടിച്ചു പൊളിച്ചു. എല്ലാവരും മരിച്ചു എന്നുറപ്പാക്കി. ഉറപ്പാക്കിയതിനു ശേഷം ഈ അഫാൻ നേരെ പോയി കുളിച്ചു ഒന്ന് ഫ്രഷായി. ഇവരെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അഫാൻ ഒരു ബാറിലെത്തി കുറച്ച് മദ്യപിച്ചിരുന്നു. ഒരുപക്ഷെ അനുജനെ കൊല്ലുന്നതിന് മുൻപ് തനിക്കൊരു മദ്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, ആ ഒരു ലഹരിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നൊരു പക്ഷേ അഫാന് തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഒരു മദ്യം അദ്ദേഹം ഉപയോഗിച്ചത്. അതിനുശേഷമാണ് അഫാനെ കൊലപ്പെടുത്തുന്നത്. അവിടെ നിന്ന് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ മാറി. ആ വസ്ത്രവും മാറിക്കൊണ്ടാണ് അഫാൻ നേരെ ഓട്ടോറിക്ഷ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത്? അത് നിനക്ക് വളരെ വേണ്ടപ്പെട്ടവർ, വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞവർ. ഈ പറയുന്ന ലത്തീഫിനെയും ഭാര്യയെയും അവരോടൊപ്പം സൽമാ ബീവിയെയും കൊലപ്പെടുത്തിയതിന് ഒരു കാരണമുണ്ടായിരുന്നു. പണം ചോദിച്ചിട്ട് നൽകിയില്ല. ലത്തീഫിനോട് കുറച്ച് തുക ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല. ഈ 40,000 രൂപയോളം കടം കൊടുക്കാനുള്ളതെല്ലാം ഈ അഫാൻ കൊടുത്തു തീർത്തു. കാര്യം ഈ സ്വർണം കൊണ്ട് പണയം വെച്ചതിന്റെ പുറത്ത്. അച്ഛനായ അബ്ദുറഹീം ഇപ്പോൾ ഗൾഫിലാണ്. അദ്ദേഹം നിരവധി കോവിഡ് കാലത്ത് ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ആകെപ്പാടെ തകർന്നുപോയി. 10 വർഷത്തിന് മുൻപ് മാത്രമാണ് ആ വീട് വെച്ചത്. അച്ഛന് നല്ല ഒരു സ്പെയർ പാർട്സ് കടയൊക്കെയാണ് ഈ അബ്ദുറഹീമിന്. അദ്ദേഹം നന്നായി അവിടെ ജോലി ചെയ്ത് അല്ലെങ്കിൽ കച്ചവടം നടത്തി നല്ലൊരു ബിസിനസ്സുകാരനായി മാറിയിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ആഡംബരപൂർണമായ ജീവിതം അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പണം ഇവിടേക്ക് ഇറക്കേണ്ടതായി വന്നു. അതിനിടയിൽ ഷെമി എന്ന് പറയുന്ന ഈ ഉമ്മയ്ക്ക് ഒരു അർബുദത്തിന്റെ രോഗലക്ഷണങ്ങളും കാണിച്ചു. അതോടുകൂടി ഇവരാകെ തകിടം മറിഞ്ഞു. അച്ഛന്റെ ബിസിനസ് പൂട്ടിപ്പോയി. ബിസിനസ് പൂട്ടിയോട് വലിയ കടക്കണിയിലേക്ക്, ഏകദേശം 75 ലക്ഷം രൂപയോളം കടക്കണിയിലേക്ക് ഇവർ തള്ളപ്പെട്ടു. എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടാൽ അവരുടെ ജീവിതം ആകെ നാശമാകില്ലേ? പ്രണയിനി ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി പലപ്പോഴായി ഇവന്റെ സ്ഥിതികൾ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും സഹായിച്ചിട്ടുള്ളതാണ്. സ്വർണം പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലതും പണമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ പലതും ഇവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി നൽകിയിട്ടുമുണ്ട്. ഇവനാകട്ടെ പുതിയ ബൈക്കുകൾ ഉപയോഗിക്കുക. ഇവന്റെ നിർബന്ധപ്രകാരം തന്നെയാണ് വീട്ടിലേക്ക് ഒരു കാറ് വാങ്ങുന്നത്. ബുള്ളറ്റ് ഉണ്ടായിരുന്നതും കാർ ഉണ്ടായിരുന്നതും ഈ പണത്തിന്റെ ഒരു ഞെരുക്കം വന്നതോടുകൂടി വിറ്റു തുലച്ചു. അതിനുശേഷമാണ് ഹീറോയുടെ എക്സ്പൾസ് എന്ന് പറയുന്ന പുതിയ ബൈക്ക് അവൻ എടുക്കുന്നത്. പുതിയ ഫോണുകൾ വിപണിയിൽ ഇറങ്ങുമ്പോൾ അത് വാങ്ങിക്കൂട്ടുന്നത് ഇവന്റെ ഒരു ശീലമായിരുന്നു. ഇങ്ങനെ ആർഭാടപൂർണമായ ഒരു ജീവിതമായിരുന്നു ഇവൻ നയിച്ചുകൊണ്ടിരുന്നത്. ഈ കടക്കണി തനിക്ക് ജീവിക്കാനുള്ള പണം എങ്ങു നിന്നും വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ, താങ്കൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ. ഈ തോന്നൽ നിന്നുകൊണ്ട് സ്വന്തം കാമുകിയെ ഇനി ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ആരോരുമില്ലാതെ കടത്തിന്റെ നടുവിൽ ജീവിക്കുന്ന തന്റെ അനിയനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആ 2 പേരെയും അവൻ ഇല്ലായ്മ ചെയ്തെന്ന് അവൻ തുറന്നു പറഞ്ഞു. പിന്നീടാണ് പോലീസ് അറിയുന്നത് അവൻ എലിവിഷം കഴിച്ചിരുന്നു. അവനെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ചികിത്സയോടൊക്കെ അവൻ ആദ്യമൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല. ഒടുവിൽ പലപ്പോഴും അവൻ ചികിത്സയോട് പ്രതികരിച്ചു തുടങ്ങി. അവൻ നല്ല രീതിയിൽ നിന്നു. ഒടുവിൽ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും നടന്നു കഴിഞ്ഞു. ഇവിടെ പലപ്പോഴും പല മാധ്യമങ്ങളും ഇതിന് അമിതമായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലഹരി കൊലപാതകം എന്നുള്ള ശ്രേണിയിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇവർക്ക് ജീവിക്കാൻ പോലും ആകാത്ത തരത്തിൽ കടം വന്ന് ഇവരുടെ ശിരസിനെ മൂടിയിരുന്നു. ഒരുപക്ഷെ വരവിൽ കവിഞ്ഞുള്ള ചെലവ് അതുതന്നെയാണ് ആ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്ന് ഒറ്റ വാക്കിൽ പറയാം. എങ്കിലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ തലതല്ലി പൊളിക്കുമ്പോൾ അഫാനെ, നിന്റെ ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും കുറ്റബോധം തോന്നിയില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത്തരം വാർത്തകളെക്കുറിച്ചും അവയുടെ ഉള്ളിലെ വിശേഷങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും വൈബ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.